ഇന്നലെ കേരളത്തിൽ പോക്സോ നിയമപ്രകാരം ഒരു അറസ്റ്റ് നടന്നു. സംഗതി വേറൊന്നുമില്ല, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പ്രസവിച്ചു. കാരണക്കാരനായത് 14 വയസ്സുകാരനായ ഒരു പയ്യൻ. ആ പയ്യൻ്റെ പേരിൽ പോക്സോ. ഈ പയ്യനും 14 വയസ്സ്, 9ാം ക്ലാസ് പഠിക്കാമെന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിക്കും 14 വയസ്സ്. ഇതിൽ രണ്ടുപേർക്കും എതിരെ പോക്സോ വരുമോ അതോ ഈ ആൺകുട്ടിക്ക് എതിരെ മാത്രമാണോ പോക്സോ വരിക? എൻ്റെ ഒരു സംശയമാണ് കേട്ടോ. കാരണം പോക്സോ നിയമം എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുക? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇവിടെ രണ്ടും ഏകദേശം ഒരേ പ്രായമാണ്. 9ാം ക്ലാസ് പഠിക്കാന്ന് പറയുമ്പോൾ 14 വയസ്സ് തന്നെയല്ലേ വരിക, ചെക്കനും 14 വയസ്സ്. ഇതിലെങ്ങനെയാണ് പോക്സോ രജിസ്റ്റർ ചെയ്യുക? അല്ലെങ്കിൽ ആരെയാണ് ഇതിന് കുറ്റപ്പെടുത്തുക? ഇതൊരു ചോദ്യമല്ലേ? ഇതിലെന്താണ് കോടതി അതിനെ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുക എന്നുള്ളതാണ് അറിയേണ്ടത്. പക്ഷേ ഈ കേസ് എനിക്ക് തോന്നുന്നു കേസ് തേഞ്ഞു മാഞ്ഞു പോകാനാണ് സാധ്യത. അല്ല എങ്കിൽ ഇത് കൺഫ്യൂഷൻ ആവുകയാണ്. എനിക്ക് കൺഫ്യൂഷനുണ്ട്. കാരണം പെൺകുട്ടി ആൺകുട്ടിയെ വേണമെങ്കിൽ പ്രേരിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, പെൺകുട്ടിക്ക് ആൺകുട്ടി എന്നെ പീഡിപ്പിച്ചു എന്ന് വേണമെങ്കിലും പറയാം. ഇത് രണ്ടും പറയാൻ പറ്റും. രണ്ടും ചെറിയ കുട്ടികളാണ്. ഇതിലെങ്ങനെ കേസെടുക്കുക? ഇതിലേത് വകുപ്പിലാണ് കേസെടുക്കുക? അറിയുന്നവരുണ്ട് പറഞ്ഞു തരണേ. ഞാൻ ചുമ്മാ ഇതൊരു നേരം പോക്കിന് ചോദിക്കില്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. എങ്ങനെയായിരിക്കും ഇതിൽ കേസ് വരിക? പോക്സോ എന്ന് പറയണത്, പോക്സോ നിയമം ഇതിൽ നിൽക്കുമോ? ഈ ഒരു കേസിൽ പോക്സോ നിയമം നിൽക്കുമോ കോടതിയിൽ? എനിക്കറിയില്ല, അതുകൊണ്ടാട്ടോ ഞാൻ ചോദിക്കുകയാണ്. കാരണം തെറ്റുകൾ നമ്മളങ്ങനെയാണല്ലോ, അറിയാത്ത ചോദിക്കണമല്ലോ നമ്മൾ. അറിവുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞു തരിക എങ്ങനെയാണ് ഇതിനെ ഡീല് ചെയ്യുക എന്നുള്ളത്.